ഇനി നമുക്ക് അടുത്ത പാരാമീറ്റർ നോക്കാം. എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? എഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഓൺ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നോക്കുന്നത്. ഈ പോയിന്റ്സ് ഒക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. സോ നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് നമുക്കറിയാം, ഇതാണ്. ഓക്കെ, സൈഡ് വിൻഡോ. ഓക്കെ, ഇലക്ട്രോഡ്സ്. ദെൻ കഥകളൊക്കെ പറയൂ. ഇതെന്താണ്? കളക്ടറാണ്, റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ എ. ഇതെന്താണ്? എമിറ്റർ, റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ സി. ഇത്രയൊക്കെ നമുക്കറിയാം. സി, അൾട്രാ വയലറ്റ് ഓഫ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി ഫോൾസ് ഹിയർ. സോ അൾട്രാ വയലറ്റ് ഓഫ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി ഫോൾസ് ഹിയർ. ഓക്കെ, ഇനി ഇതിന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ടാവും, ഒരു പർട്ടിക്കുലർ ഇൻറ്റൻസിറ്റി ഉണ്ടാവും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയും ഒരു പർട്ടിക്കുലർ ഇൻറ്റൻസിറ്റിയുള്ള അൾട്രാ വയലറ്റ് ആണ് ഇവിടെ കൊണ്ടുവന്ന് ഇടിച്ചത്. എന്നിട്ട് നമ്മൾ ഇപ്പം ചെയ്ത അതേ എക്സ്പെരിമെൻ്റ് ഇവിടെ ചെയ്തു. ഇതിന് പോസിറ്റീവ് കൊടുത്തു, പോസിറ്റീവ് കൂട്ടി, പോസിറ്റീവ് കൂട്ടി, പോസിറ്റീവ് കൂട്ടി, അത് കഴിഞ്ഞിട്ട് 0 ആക്കി, അത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് ആക്കി, നെഗറ്റീവ് കൂട്ടി 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 ആ എക്സ്പെരിമെൻ്റ് അതേപടി ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? ഒരു ഗ്രാഫ് കിട്ടി. നമുക്ക് കിട്ടിയ ഗ്രാഫ് ഞാൻ വരയ്ക്കാം. ഗ്രാഫിന് പ്രത്യേക വേരിയേഷൻ ഒന്നുമില്ല. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ 0, ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. നമുക്ക് കിട്ടിയ ഗ്രാഫ് ഓർമ്മയുണ്ടല്ലോ, ഇതല്ലേ നമ്മുടെ ഗ്രാഫ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപയോഗിച്ച ഫ്രീക്വൻസി എന്ന് പറയുന്നത് ν1 ആണ്. എന്താണ് നമ്മൾ ഉപയോഗിച്ച ഫ്രീക്വൻസി? ν1. ഓക്കെ, ν1 എന്ന് പറയുന്ന ഫ്രീക്വൻസി ഉപയോഗിച്ചപ്പോഴാണ് ഈ ഗ്രാഫ് കിട്ടിയത്. ഇനി നമ്മൾ ഇതേ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് തന്നെ കൊണ്ടുവന്ന് അടിക്കണം. ഇതേ ഇൻറ്റൻസിറ്റി ഉള്ള അൾട്രാ വയലറ്റ് തന്നെ ഇനിയും കൊണ്ടുവന്ന് അടിക്കണം. പക്ഷെ കുറെ കൂടെ ഫ്രീക്വൻസി കൂടിയത് കൊണ്ടുവന്ന് അടിക്കുക. അടിച്ചിട്ട് ഇതേ എക്സ്പെരിമെൻ്റ് ചെയ്യുക. എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്ന ഗ്രാഫ് ഇതാണ്ട് ഇതാണ്. നോക്കിക്കൊണ്ടേ, എനിക്ക് കിട്ടിയ ഗ്രാഫ് ഇതാണ്ട് ഇങ്ങനെയാണ്. കണ്ടോ? ഇതാണ്. ഓക്കെ, ഇത് ഫ്രീക്വൻസി ν1 എന്ന് പറയുന്ന ഫ്രീക്വൻസിയിൽ ഉപയോഗിച്ചപ്പോൾ, ഇത് ν2 എന്ന് പറയുന്ന ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് ഉപയോഗിച്ചപ്പോഴുള്ള സംഗതിയാണ്. അപ്പം എന്താണ്? അതേ ഇൻറ്റൻസിറ്റി ഉള്ള അൾട്രാ വയലറ്റ് തന്നെയാണ് ഇപ്പോഴും വീഴുന്നത്. പക്ഷേ നേരത്തെക്കാളും കുറെ കൂടെ ഫ്രീക്വൻസി കൂടുതലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇതേ എക്സ്പെരിമെൻ്റ് വീണ്ടും ചെയ്തപ്പോൾ കിട്ടിയ ഗ്രാഫാണിത്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? ഫ്രീക്വൻസി കൂടിയപ്പം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇവിടെ നിന്ന് കുറെ കൂടെ കൂടിയത് കണ്ടോ നെഗറ്റീവ് സൈഡിൽ. ഇനി പക്ഷേ സാച്ചുറേഷൻ കറണ്ടിന്റെ വാല്യൂ മാറിയില്ലല്ലോ, മാറിയില്ല. ഇനി അടുത്തത് നമ്മൾ വീണ്ടും ട്രയൽ നമ്പർ 3 എടുക്കാം. ട്രയൽ നമ്പർ 3ൽ ഇതേ ഇന്റൻസിറ്റി ഉള്ള അൾട്രാ വയലറ്റ് തന്നെ കുറെ കൂടെ ഹൈ ഫ്രീക്വൻസി ഉള്ളത് ഉപയോഗിക്കുക. എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോഴേ എനിക്ക് കിട്ടുന്ന ഗ്രാഫ് ഇതാണ്ട് ഇതാണ്. നിങ്ങൾ നോക്കൂ, ഇതാണ് എനിക്ക് കിട്ടിയ ഗ്രാഫ്. നിങ്ങൾ നോക്കൂ. അപ്പോൾ ഇതിൽ ഫ്രീക്വൻസി ν3 ആണ് ഉപയോഗിച്ചത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഫ്രീക്വൻസി ν3 ആണ് ഏറ്റവും കൂടുതൽ, ν2 അതിനേക്കാളും കുറവ്, ν1 ഏറ്റവും കുറവ്. ഫ്രീക്വൻസി കൂടുമ്പോഴത്തേക്ക് എന്ത് കൂടുന്നു? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടി കൂടി വരുന്നു. പക്ഷേ ഫ്രീക്വൻസി കൂടുതലൊന്നും എന്തിനെ ബാധിക്കുന്നില്ല? സാച്ചുറേഷൻ കറണ്ട് ഈ 3 ഗ്രാഫിന് ഇതേ ലെവൽ തന്നെയല്ലേ. അപ്പോൾ സാച്ചുറേഷൻ കറണ്ട് സെയിം ആണ്. അപ്പോൾ ഫ്രീക്വൻസി കൂടിയാൽ എന്ത് മാറത്തില്ല? സാച്ചുറേഷൻ കറണ്ട് മാറത്തില്ല. ഫ്രീക്വൻസി കൂടിയാൽ എന്ത് മാറും? ഫ്രീക്വൻസി കൂടിയാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടും. ഇതാണ് നെഗറ്റീവ് ഡയറക്ഷനിലാണെന്നുള്ളത് ഓർത്തോണം. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി ഓൺ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണ്? ആസ് ദ ഫ്രീക്വൻസി ഇൻക്രീസസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആൾസോ ഇൻക്രീസസ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലായ കാര്യം. ആസ് ദ ഫ്രീക്വൻസി ഇൻക്രീസസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആൾസോ ഇൻക്രീസസ്. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. സോ എന്തൊക്കെയാണ്? ഞാൻ ഒന്നും കൂടെ ഈ സെറ്റപ്പ് മൊത്തം പറയാണ്, പെട്ടെന്ന് പറയും. ഓക്കെ, എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആദ്യം പറയൂ. സോ ദിസ് ഈസ് അവർ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. സൈഡ് വിൻഡോ, ഇലക്ട്രോഡ്സ്, നോ പ്രോബ്ലം. ഇതെന്താണ്? കളക്ടർ. ഓക്കെ, കളക്ടർ. ദിസ് ഈസ് എമിറ്റർ, ദാറ്റ് ഈസ് എ, ദിസ് ഈസ് സി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ ultraviolet of a particular frequency and a particular intensity is allowed to fall on emitter. Electrons are emitted from it. Then the potential of collector is increased. Okay, the positive potential of collector is increased in steps. Then it is put to 0 value. Then it is kept as negative. Okay, and a graph is plotted. Graph is like this.
So photoelectric current, here positive potential, here negative potential, 0. So the graph will be like this. Okay, then in trial number 2 we are using light of same intensity but a higher frequency. Okay, and doing the same experiment, I am getting a graph like this. So this is a graph I am getting. Okay, this is for frequency nu2. Okay, then what is the next one? I am using another ultraviolet of same intensity but still greater intensity. So I am performing the same experiment, same method. So I am getting a graph like this. So from this we can understand, see, as the frequency increases, what increases? Stopping potential value increases, but saturation current remains same. കൂടുതൽ ആഡംബരം കാണിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ കാര്യം പിടികിട്ടിയ ഇതിനകത്ത് പോയിന്റ്സ് ഞാൻ ചോദിക്കുമ്പോൾ ആൻസർ പറയണം. See, in this experiment, see, what is kept constant? What is kept constant? Intensity of incident radiation is kept constant. Then what is increased? Frequency is increased. Then when frequency increases, what happens to stopping potential? Stopping potential also increases. Am I right? Then what is the next one? What happens to saturation current when frequency increases? When frequency increases, no change for saturation current. Saturation current ne change cheyilla. Is it clear? Once again. See, I am asking, ningal parnja madi, answer parnja madi. So listen here. See, throughout this experiment, in this trial, see, we are keeping dash constant. What is kept constant? Intensity is kept constant. Then we are using light of different frequencies. Then when the frequency increases, dash increases, stopping potential increases. Then what is the effect of saturation current? What is the effect of frequency on saturation current? See, frequency increasing, saturation current remaining constant. Am I right? So frequency has no effect on what? Saturation current. Is it clear? അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കിയ കാര്യം. സോ ഇനി നമ്മൾ ഒരു ഗ്രാഫ് കൂടെ വരയ്ക്കാൻ പോവാണ്. നിങ്ങൾ നോക്കൂ, ഫ്രീക്വൻസി കൂടിയപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടി. അപ്പം നമുക്കൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഫ്രീക്വൻസിയും ഇവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കണക്ട് ചെയ്ത് ഗ്രാഫ് വരയ്ക്കുകയാണ്. നിങ്ങൾ പറയൂ, as the frequency increases, stopping potential also increases. They are in a linear relation. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരച്ചാൽ we will get a graph like this. ഇതേപോലത്തെ ഒരു ഗ്രാഫ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇത് ഇവിടെ ഓർത്ത് വെച്ചാണ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, ഈ ഫ്രീക്വൻസിയെ നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. എന്താണ് പറയുക? ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഓർത്ത് വെച്ചോണം, ആ പോയിന്റിന്റെ പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. കുളമാക്കരുത്. See, once again, see, as the frequency increases, stopping potential also increases. So frequency and stopping potential are in direct proportion. So graph will be a straight line. This frequency is known by the name threshold frequency. What is it? Threshold frequency. ഇതിപ്പോൾ ഓർത്ത് വച്ചിരുന്നാൽ മതി, പിന്നീട് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. സോ കാര്യം പിടികിട്ടിയല്ലോ. എത്ര പാരാമീറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു? 3 പാരാമീറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു, 4 ഗ്രാഫ് വരച്ചു. അപ്പോൾ ആദ്യത്തെ ഇതെന്താന്ന് പറയൂ? ഇൻറ്റൻസിറ്റിയാണ് നോക്കിയത്. സോ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻറ്റൻസിറ്റി ആൻഡ് ഫോട്ടോഇലക്ട്രിക് കറണ്ട്? ആസ് എ ഇൻറ്റൻസിറ്റി ഇൻക്രീസസ്, ഫോട്ടോഇലക്ട്രിക് കറണ്ട് ആൾസോ ഇൻക്രീസസ്. ദേ ആർ ഇൻ ഡയറക്റ്റ് പ്രപ്പോർഷൻ. ഗ്രാഫ് ഓർമ്മയുണ്ട്. ഇനി അടുത്തത് രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തെ പാരാമീറ്റർ എന്താണ് നമ്മൾ നോക്കിയത്? നമ്മൾ നോക്കിയത് എന്തൊക്കെ ചെയ്ത? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നോക്കി അല്ലേ? നമ്മുടെ കളക്ടറിന് പോസിറ്റീവ് കൊടുത്തു, പോസിറ്റീവ് കൂട്ടി 0 ആക്കി, പിന്നെ നെഗറ്റീവ് ആക്കി. ആ സമയത്ത് എന്ത് സംഭവിച്ചു എന്നാണ് നോക്കിയത്. അവിടെ നമ്മൾ വരച്ച ഗ്രാഫ് ഓർമ്മയുണ്ടല്ലോ, ഈ ഷേപ്പിലുള്ള ഗ്രാഫാണ് കിട്ടിയത് അല്ലേ? ഇനി അവിടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പം ഡാഷ് ഇൻക്രീസസ്. എന്താണ് കൂടിയത്? ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയപ്പോൾ അവിടെ എന്താ കൂടിയത്? സാച്ചുറേഷൻ കറണ്ട് കൂടി. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് മാറ്റം ഉണ്ടായില്ല. ഇനി അടുത്ത ട്രയലിൽ എന്താണ് ചെയ്തത്? അടുത്തതിനകത്ത് മൂന്നാമത്തെ ട്രയലിൽ എന്താണ് നമ്മൾ ചെയ്തത്? പല നമ്മളിപ്പോൾ ചെയ്തത് എന്താണ്? ഫ്രീക്വൻസി ഡിഫറൻ്റ് ആയിരുന്നു, പക്ഷേ ഇൻറ്റൻസിറ്റി സെയിം ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്താണ് ചെയ്തത്? ഫ്രീക്വൻസി കൂടിയപ്പോൾ സാച്ചുറേഷൻ കറണ്ട് റിമെയിൻസ് സെയിം. ഇനി ഫ്രീക്വൻസി കൂടിയപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടി. അപ്പോൾ ഇതിനകത്ത് ഓരോ കേസിലും
എന്താണ് കോൺസ്റ്റന്റ് എന്നുള്ളത് നിങ്ങൾ ഓർമ്മയിൽ വെച്ചേക്കണം. ഇപ്പം ഞാൻ ഇറൈസ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, നിങ്ങൾ പറഞ്ഞാൽ മതി. ട്രയൽ നമ്പർ 1 നമ്മൾ ആദ്യം എന്താണ് നോക്കിയത്? ഇൻറ്റൻസിറ്റിയും ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഇത് ചെയ്ത സമയത്ത് വാട്ട് ആർ കെപ്റ്റ് കോൺസ്റ്റന്റ്? പോസിറ്റീവ് പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ്, then frequency of incident radiation constant, then graph ഓർമ്മയുണ്ടല്ലോ, ഗ്രാഫ് ബിറ്റ്വീൻ ദീസ് ടു സ്ട്രൈറ്റ് ലൈൻ. ഇതാണ് ഫസ്റ്റ് ചെയ്തത്. സെക്കൻഡ് ചെയ്തത് എന്താണ്? രണ്ടാമത് നമ്മൾ ചെയ്തത് എന്താണ്? പൊട്ടൻഷ്യലിൻ്റെ വേരിയേഷൻ ആണ് നോക്കിയത് അല്ലേ? അപ്പോൾ ആ ട്രയൽ നോക്കൂ, ഫ്രീക്വൻസി കോൺസ്റ്റന്റ്, then ഇൻറ്റൻസിറ്റി I1 ഉപയോഗിച്ചു, ഇൻറ്റൻസിറ്റി I2 ഉപയോഗിച്ചു, ഇൻറ്റൻസിറ്റി I3 ഉപയോഗിച്ചു. ഗ്രാഫ് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പറ, ഇതാണ് ഗ്രാഫ്. ഓക്കെ, എല്ലാത്തിലും എന്ത് സെയിം? ഇത് സെയിം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം. ദെൻ തേർഡ് നമ്മൾ ചെയ്തെന്താണ്? നമ്മൾ നോക്കൂ, എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചത്? ഇൻറ്റൻസിറ്റി കോൺസ്റ്റന്റ് ആക്കി വെച്ചു. ഇൻറ്റൻസിറ്റി കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടാണ് തേർഡ് ട്രയൽ എടുത്തത്. ഇനി ഫ്രീക്വൻസികൾ ν1ഉം ν2ഉം ν3 ഉപയോഗിച്ചു. അപ്പം നമുക്ക് കിട്ടിയ ഗ്രാഫിൻ്റെ ഷേപ്പ് നമുക്ക് എങ്ങനെയായിരുന്നു? ഇതാ ഇങ്ങനെ, ഗ്രാഫിൻ്റെ ഷേപ്പ് ആദ്യത്തേൽ ഇങ്ങനെ കിട്ടി, രണ്ടാമത്തേൽ ഇത് തൊട്ടിപ്പുറത്ത് കിട്ടി അല്ലേ? ഈ പോയിന്റ് സെയിം ആണ്. ഇനി മൂന്നാമത്തേൽ ഇങ്ങോട്ടായി അല്ലേ? ഈ വാല്യൂ സെയിം. ഓക്കെ, ഇത് അപ്പോൾ ഫ്രീക്വൻസി കൂടുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കൂടി. നാലാമത് ഫ്രീക്വൻസി കൂടുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കൂടി. അപ്പം അടുത്തതിൽ ഫ്രീക്വൻസിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കണക്ട് ചെയ്ത് വരച്ചു. ദേ ആർ ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. സോ ഗ്രാഫ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ. നിങ്ങൾക്ക് മനസ്സിലായോ? സോ ഇൻ ട്രയൽ ഇൻ ദ ഫസ്റ്റ് ഗ്രാഫ് വാട്ട് വാസ് കെപ്റ്റ് കോൺസ്റ്റന്റ്? സേ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ്, then frequency of incident radiation constant. ഓർത്ത് വെച്ചോണം. then അടുത്ത് സെക്കൻഡിൽ what is kept constant? Frequency of incident radiation constant. ഇനി intensity different. then third one പറയൂ, intensity same then but different frequencies. ഇനി അടുത്തതിൽ as a frequency changes increases stopping potential increases. so graph between these. ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഇത് വൃത്തിയായിട്ടൊന്ന് വായിച്ചു വെച്ചോണം. ഇത് ഒരു കാര്യമില്ല, സിമ്പിളാണ്, വെറും സിമ്പിളാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ സെൻസ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇത്രയും പറയുന്നത്.